ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇനി നമുക്ക് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് കുക്കറിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അരിപ്പായസത്തെക്കാൾ രുചിയാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ കഴിയില്ല, അത്രയൊരു ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും, അതിലോളൊന്ന് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈസിലുള്ള നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് ഏത് ഗോതമ്പാണ് ഉള്ളത് വെച്ചാൽ അതെടുക്കാം. ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നുറുക്ക് ഗോതമ്പം അളന്നെടുത്തിട്ടുള്ള ആ ഗ്ലാസ്സിൽ തന്നെയാണ് കേട്ടോ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഒരു ഗ്ലാസ് നുറുക്ക് ഗോതമ്പത്തിന് 4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കര ഞാൻ ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. ശർക്കരയിൽ അധികം കുറുമ്പൊന്നും ഇല്ലാത്ത നല്ല ശർക്കരയാണ് കേട്ടോ. ഞാൻ മുന്നേ ഇതുപോലെ എടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ കുറുമ്പുകളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ നേരിട്ട് അതിൽ തന്നെ ചേർത്ത് കൊടുത്തിട്ടാണ്. അപ്പോൾ 4 അച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് കുക്കറിൽ ഞാൻ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 4ഓ 5ഓ വിസിൽ വരും വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. ഒരു 4 ഏലക്കായ എടുത്തിട്ടുണ്ട്, ചെറിയൊരു ചുക്കും കഷ്ണം എടുത്തിട്ടുണ്ട്, പിന്നെ ജാതിക്കയുടെ കുരുണ്ടല്ലോ അതിൻ്റെ ഒരു ചെറിയ പീസ് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ പായസത്തിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. ഈ 3 എണ്ണം സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 5 വിസിലൊക്കെ വന്ന് ഞാൻ കുക്കർ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഗോതമ്പൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. തേങ്ങാപ്പാൽ ഞാൻ 1-ാം പാൽ 2-ാം പാൽ അങ്ങനെ എടുത്തിട്ടില്ല. പിന്നെ വെള്ളമൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് ഒന്ന് മിക്സിയുടെ ജാറിലൊക്കെ ഒന്ന് എടുത്ത് അടിച്ചെടുത്തിട്ട് നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. നമ്മൾ പൊടിച്ച് വെച്ച പൊടിയുംപാട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കട്ടത്. ഇതൊന്ന് തിളച്ച് വന്നാൽ മതി കേട്ടോ. ഗോതമ്പൊക്കെ വന്നതാണല്ലോ. ഇനി ഇതിലേക്ക് ഒരു വറവ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് RKG ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലൊന്ന് നല്ലോണം ബ്രൗൺ നിറാവോളം ഇതൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ഇനി ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കുന്നവർക്ക് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. പക്ഷേ തേങ്ങാക്കൊത്താവുമ്പോൾ അതിങ്ങനെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മൾ അടിപൊളി പായസം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു വേറെ പാത്രത്തേക്ക് സേവ് ചെയ്തിട്ട് ഒന്ന് കാണിച്ചു തരാം. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. ഇതിൽ നമ്മൾ ഏലക്കായും ജാതിക്കയുടെ കുരും പിന്നെ അതുപോലെ ചുക്കും കഷ്ണം കേട്ടോ, അതായത് ഇഞ്ചി ഉണക്കിയതുണ്ടല്ലോ അതും പൊടിച്ച് ചേർക്കുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ഒരു ടേസ്റ്റ് പ്രത്യേകം വരുന്നത്. അപ്പോൾ അതെന്തായാലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എങ്ങനെ ഉണ്ടായിരുന്നു അതിൽ കമൻറ്റ് ചെയ്യാനും റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോസുമായിട്ട് കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.